നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. 22-കാരൻ ജേക്കബ് ബത്തൽ ഷോയായിരുന്നു ഇന്ന് സിഡ്നിയിൽ. ഇംഗ്ലണ്ട് പൊരുതുകയാണ്, രക്ഷപ്പെടും എന്ന് നമ്മളിപ്പോൾ കരുതുന്നില്ല. ഓസ്ട്രേലിയ വിജയം മണത്ത് കഴിഞ്ഞു. എന്നാൽ പോലും ഈ ടെസ്റ്റിലെ ജേക്കബ് ബത്തലിൻ്റെ രണ്ടാം ഇന്നിങ്സിലെ ഈ സൂപ്പർബ് ഡ്യൂപ്പർബ് ഇന്നിങ്സ് ആരാധകരുടെ മനസ്സിലുണ്ടാകും. അവൻ 232 പന്തുകളിൽ നിന്ന് 15 ഫോറുകളുടെ സഹായത്തോടെ 142 റൺസുമായിട്ട് സ്റ്റിൽ ക്രീസിലുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് 302-8 എന്ന നിലയിലേക്ക് വീണു പോയിട്ടുണ്ട്. അതായത് 119 റൺസ് മാത്രമാണ് ഇപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ലീഡാക്കിയിരിക്കുന്നത്. സോ നാളെ രാവിലെ 5-ാം ദിവസം ഓസ്ട്രേലിയ ആദ്യ സെഷനിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് തീർക്കും. ഒരു 150 താഴെയുള്ള ഒരു വിജയലക്ഷ്യം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഓസീസ് അനായാസം ഈ ടെസ്റ്റും വിജയിക്കാൻ തന്നെയാണ് സാധ്യത. ഈ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് മികച്ച ഒരു സെഞ്ചുറി ജോ റൂട്ട് അടിച്ചപ്പോൾ 160 റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ 384 റൺസാണ് അടിച്ചിരുന്നെങ്കിൽ ഓസ്ട്രേലിയ ട്രാവിസ് ഹെഡിൻ്റെയും സ്റ്റീവ് സ്മിത്തിൻ്റെയും സൂപ്പർ ഡ്യൂപ്പർ സെഞ്ചുറികളുടെ ബലത്തിൽ കുതിച്ചു കയറി. ഇന്നലെ തന്നെ നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. ഇതിപ്പോൾ സ്മിത്ത് ഔട്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കോർ ബോർഡിലുണ്ടായിരുന്ന 138 റൺസാണ്. അങ്ങനെ 567 ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് അവസാനിച്ചു. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സാണ് ഇപ്പോൾ 302-8 എന്ന നിലയിൽ നിൽക്കുന്നത്. സാക്രോളി 1, ഡക്കറ്റ് 42, റൂട്ട് 6, വിൽ ജാക്സ് ഡക്ക്, ജെയ്മി സ്മിത്ത് 26, ബെൻ സ്റ്റോക്സ് 1, ബ്രൈഡൻ കാർസ് 16. ഇവരെ കൂടാതെ പിന്നെ പുറത്തായത് ഹാരി ബ്രൂക്കാണ്. അദ്ദേഹം 42 റൺസ് അടിച്ചു. ആദ്യ ഇന്നിങ്സിലും അദ്ദേഹത്തിൻ്റെ വക നല്ല സ്കോർ ഉണ്ടായിരുന്നു, 84 റൺസ്. പക്ഷേ ജേക്കബ് ബത്തൽ ഷോയാണ് ഇന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. 232 പന്തുകൾ നേരിട്ട് 142 റൺസുമായിട്ട് അവൻ ക്രീസിലുണ്ട്. കൂട്ടിനുള്ളത് പോട്ട്സാണ്. നാളെ എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും എന്നറിയില്ല. പക്ഷേ ബത്തലിൽ തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷയുള്ളത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി വെബ്സ്റ്റർ 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ബോളണ്ട് 2 വിക്കറ്റ് എടുത്തു. നെസറും സ്റ്റാർക്കും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കളി ഓസ്ട്രേലിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് പൊരുതി നോക്കുകയാണ്. ബത്തലിൻ്റെ ആ ഒരു ടാലൻറ്റ് വെച്ചുകൊണ്ട് പൊരുതുകയാണ്. എന്ത് സംഭവിക്കും എന്നുള്ളത് നാളെ രാവിലെ തന്നെ തീരുമാനമാകും. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.